നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സ് പലരും സ്ഥിരമായി പറയുന്നൊരു പരാതിയുണ്ട്. നമ്മളുടെ റെസ്യൂമേ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ തയ്യാറാക്കി ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നല്ല കമ്പനികളൊക്കെ പലപ്പോഴും എക്സ്പീരിയൻസോ അഡീഷണൽ ക്വാളിഫിക്കേഷൻസോ ഒക്കെ ചോദിക്കുന്നു. നമ്മൾ ഇത്രയും നാൾ നമ്മുടെ പഠനത്തിൽ ഫോക്കസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ അങ്ങനത്തെ ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എങ്ങനെ നമ്മളെ ഒന്ന് അട്രാക്റ്റീവായിട്ട് കമ്പനിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം? അപ്പോൾ എൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഇൻ്റർവ്യൂവറുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മുന്നിൽ പഠനമെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മളെ അവർക്ക് ഒരു മികച്ച കാൻഡിഡേറ്റായി ഫീൽ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു താല്പര്യം ഈ കാൻഡിഡേറ്റിനോട് തോന്നാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അത് വലിയൊരു ടോപ്പിക്കാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിലുമൊക്കെ ഞാൻ പറയാറുള്ളൊരു കാര്യം, നമ്മളൊരു കോഴ്സിന് പഠിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഒരു BSc ഫിസിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നോൺ സയൻസ് സ്ട്രീമിലുള്ള ഏതെങ്കിലും കോഴ്സ് ആയിക്കോട്ടെ, ഇതിലേതാണെങ്കിലും നമ്മൾ പഠിക്കുന്ന ആ സിലബസിനോടൊപ്പം തന്നെ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലേക്കാണോ വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു എക്സ്പോഷർ നമുക്കുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി ആ ഇൻ്റർവ്യൂ ബോർഡിന് അല്ലെങ്കിൽ ആ റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു ആ ഒരു ടീമിന് നമ്മളെ കുറച്ചുകൂടി ഇമ്പ്രസീവായിട്ട് നമ്മളുടെ ആ ഒരു പ്രൊഫൈലിനെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവിടെയാണ് നമ്മളുടെ വിജയത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. പലപ്പോഴും നമ്മൾ കരുതുന്നത്, വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് കരുതുന്നത്, നല്ലൊരു മാർക്കുണ്ട്, നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അരിയർ പേപ്പറുകളൊന്നുമില്ല, ഇതൊക്കെ ഉണ്ട് എങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് എന്നാണ്. പക്ഷേ അതിലും അപ്പുറമായി പല കമ്പനികളും ഒരു റിച്ച് ആയിട്ടുള്ള പ്രൊഫൈലായിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഒരു റിച്ച് പ്രൊഫൈൽ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ, പഠനത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു 4ാമത്തെ വർഷം ഡിഗ്രിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ BTech ഒക്കെ ആണെങ്കിൽ 4ാമത്തെ വർഷം, MTech ഒക്കെ ആണെങ്കിൽ 2ാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ നമ്മളുടെ പഠനത്തിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ്, പലതരത്തിലുള്ള സ്കിൽസ് അല്ലെങ്കിൽ കേപ്പബിലിറ്റീസ്, ഇതൊക്കെ ഒന്ന് വളർത്തിയെടുക്കാനും നമ്മളുടെ പ്രൊഫൈൽ ഒരു കമ്പനിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് മികച്ചതാക്കാനും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഞങ്ങളൊരു കോളേജിൽ പഠിക്കുകയാണ് ഇപ്പോൾ, അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ എങ്ങനെ ഈ കാര്യം ചെയ്യും? ഇത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ ചുറ്റും കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന അവസരം ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് പറ്റുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ പ്രൊഫൈലിനെ ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അവസരം നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന സമയത്ത് അത് കഴിഞ്ഞു പോയെങ്കിലും ഭയപ്പെടേണ്ട. കാരണം ഇത്തരത്തിലുള്ള ഞാൻ ഇനി പറയാൻ പോകുന്ന അവസരങ്ങൾ പോലെയുള്ള ഒട്ടനവധി അവസരങ്ങൾ നിങ്ങൾക്ക് ഇനിയും മുന്നിൽ വന്നേക്കാം. ഞാൻ പറയാൻ പോകുന്ന അവസരം 2025 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഒരു 2025 ഏപ്രിലിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അവസരം ഒന്ന് കേട്ട് മനസ്സിലാക്കുക. ആ എക്സാക്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നില്ല, പക്ഷേ ഈക്വലൻ്റ് ആയിട്ടുള്ള പല അവസരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മളുടെ റെസ്യൂമേ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിനെ ഒന്ന് റിച്ച് ആക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാം. അതിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഇനിയും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ റെസ്യൂമേ ഒന്ന് റിച്ച് ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമേ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു കമ്പനിക്ക് ഫീൽ ചെയ്യണം, ഓ മൈ ഗോഡ്, ദിസ് വാസ് ദ കാൻഡിഡേറ്റ്, ഇതാണല്ലോ നമ്മൾ തിരഞ്ഞു നടന്ന ആൾ, അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിനെ നമ്മുടെ കമ്പനിക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരണം എങ്കിൽ നമ്മളുടെ പ്രൊഫൈൽ റിച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫൈലിന് അത്തരത്തിലുള്ളൊരു ഡെപ്ത് ഉണ്ടായിരിക്കണം. സാധാരണ രീതിയിൽ നമ്മൾ +2 എന്ത് പഠിച്ചു, 10th എന്ത് പഠിച്ചു, പിന്നെ ഡിഗ്രിക്ക് ഏത് കോഴ്സ് പഠിച്ചു, അതിന് എത്ര മാർക്കുണ്ട്, PGക്ക് ഏത് കോഴ്സ് പഠിച്ചു, അതിന് എത്ര മാർക്കുണ്ട്, ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ പ്രൊഫൈലിൽ വെക്കാറ്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇനി നമ്മൾ പഠിച്ച കോളേജ് ഏതാണ്, അതിൻ്റെ റെപ്യൂട്ടേഷൻ ഒരു വലിയ ഫാക്ടറാണ്. എല്ലാവർക്കും ഇന്ത്യയിലെ പ്രീമിയം കോളേജിലൊന്നും പഠിക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പഠിച്ച കോളേജ് അത്ര വലിയൊരു പേരൊന്നും ഇല്ലാത്ത ഒരു കോളേജായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ളവർക്കും ചില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്താൽ അവർക്ക് അവരുടെ റെസ്യൂമേ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ റിച്ച് ആക്കാൻ പറ്റും. ഞാനിപ്പോൾ പറയുന്ന അവസരം പാലക്കാട് IITയിൽ നിങ്ങൾക്ക് ഒരു അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ അവസരമാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന ഒരു ചെറിയ കോളേജിലായിരിക്കാം, തിരുവനന്തപുരത്തോ കൊല്ലത്തോ കോട്ടയത്തോ തൃശ്ശൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ വയനാട്ടിലോ കാസർഗോഡോ ഉള്ള ഏതെങ്കിലും ഒരു കോളേജിലായിരിക്കാം നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. പക്ഷേ ഒരു IITയുടെ
ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു IITയിൽ നിന്നുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് നേടിയ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ റെസ്യൂമയിലേക്ക് ആഡ് ചെയ്യാൻ സാധിച്ചാൽ അവിടെ വെച്ച് തന്നെ ഞാൻ ഈ പറഞ്ഞത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് IIT ഒരു സമ്മർ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി കാൻഡിഡേറ്റ്സിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാർച്ച് 18 വരെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം ഇതിനകത്തുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ്, അതായത് ഇൻ്റഗ്രേറ്റഡ് MSc ഉണ്ട്, മറ്റ് പല ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഉണ്ട്. അതും അല്ലെങ്കിൽ PG പ്രോഗ്രാംസ് ചെയ്യുന്നവർക്കാകാം. അതിലെ 4ാമത്തെ 5ാമത്തെ വർഷം വിദ്യാർത്ഥികൾക്ക് ഇൻ്റഗ്രേറ്റഡ് PG അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിൽ 4ഉം 5ഉം വർഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അതുമല്ല നിങ്ങളൊരു BE ചെയ്യുവാണ് അല്ലെങ്കിൽ BTech പഠിക്കുകയാണ്, അതുമല്ലെങ്കിൽ ഒരു BSc കോഴ്സ് പഠിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ 3-4 വർഷത്തെ BScക്കാർക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ BE-കാർക്ക് അപേക്ഷിക്കാം, BTechകാർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇതിൽ ഏതൊക്കെ ബ്രാഞ്ചുകൾക്കാണ് ഇവർ അവസരം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗുകാർക്കുണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗുകാർക്കുണ്ട്, പിന്നെ മാത്തമാറ്റിക്സ് UG PG ഇൻ്റഗ്രേറ്റഡ് ഇതൊക്കെ ചെയ്യുന്നവർക്കുണ്ട്, ഫിസിക്സ് UG PG ഇൻ്റഗ്രേറ്റഡ് ചെയ്യുന്നവർക്കുണ്ട്, അതുപോലെ ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി ഇതിലെ UG PG ഇൻ്റഗ്രേറ്റഡ് ഇതിലേതെങ്കിലും ഒക്കെ കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത്. അതിൽ ഡിഗ്രി ആണെങ്കിൽ 3-4 വർഷം ആണ് എങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc അഥവാ മാസ്റ്റേഴ്സ് ആണെങ്കിൽ 4-5 വർഷത്തിലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് ഒരു 12,000 രൂപ അവരൊരു ഒറ്റത്തവണ സ്റ്റൈഫൻഡായിട്ടും തരും. അപ്പോൾ 12,000 രൂപ സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കൂടെ പാലക്കാട് IITയിൽ നിന്ന് നിങ്ങൾക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. ചെറിയൊരു കാര്യമാണോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിനെയാണ്. ഈ പ്രോഗ്രാം ഏതായാലും മാർച്ച് 18, 2025 വരെ ഓപ്പൺ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാം. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇത് മാത്രമല്ല നമുക്കുള്ള അവസരം. ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നിരന്തരം വരാറുണ്ട്. അത് ഒരുപക്ഷെ പാലക്കാട് IITയുടെ ആകണമെന്നില്ല, ഒരുപക്ഷെ മുംബൈ IIMO IITയുടെയോ ആകാം, അല്ലെങ്കിൽ മദ്രാസ് IITയുടെ ആകാം, അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ആകാം, CDETൻ്റെയോ CDACൻ്റെയോ ആകാം, അല്ലെങ്കിൽ മറ്റ് പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്തരം ഇൻറ്റേൺഷിപ്സ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പഠനത്തിനോടൊപ്പം ഫൈനൽ ഇയറിലൊക്കെ എത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പല പ്രോഗ്രാംസ് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഒന്ന് അപ്ലൈ ചെയ്ത് അത്തരത്തിലുള്ളൊരു ഭാഗം ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ നിങ്ങൾ ഒരു നല്ല കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ചൊരു മതിപ്പ് തോന്നാനായിട്ട്, നിങ്ങൾക്കൊരു എപ്പോഴും ഒരു അപ്പർ ഹാൻഡ്, ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് അവിടെ കിട്ടാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 18 മാർച്ചിനുള്ളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നത് എങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വിവിധ അവസരങ്ങളുമായി വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.